അല്ല, ഇനി എന്ത് ചെയ്യണം? ഒരു പെണ്ണിന്റെ തൊലിവെളുപ്പ് കണ്ടപ്പോ അവൻ എന്നെ ചതിച്ചു. നെല്ലിശ്ശേരിയിലെ നല്ല മരുമകനാകാനുള്ള ശ്രമത്തിലാ അവനിപ്പോ. എന്നെ മറികടന്ന് അവൻ നെല്ലിശ്ശേരിക്കകത്ത് കയറിയ മകളോടുള്ള അതേ സ്നേഹം സേതുമാധവൻ അവനോടും തോന്നിയാ. അതിനേക്കാൾ അപകടകരമായി മറ്റൊന്നുമില്ല. നിങ്ങൾ തമ്മിലുള്ള അടുപ്പം ആദ്യം മുതലേ എനിക്കറിയാം. ധനുഷ് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഒപ്പം നിന്നവർ ചതിക്കുന്നതാ ലോകത്തിലെ ഏറ്റവും വലിയ വേദന. എന്തു വേണമെന്ന് അവന്തിക പറഞ്ഞാൽ മതി, ഞാനത് ചെയ്തിരിക്കും. എന്റെ എല്ലാ രഹസ്യങ്ങളും അവനറിയാം. അവൻ വിചാരിച്ചാൽ എന്നെ എളുപ്പത്തിൽ തകർക്കാൻ കഴിയും. അതിനുള്ള അവസരം കൊടുക്കരുത്. ഒരു തീരുമാനം എടുത്തേ പറ്റൂ. എനിക്ക് തോൽക്കാൻ പറ്റില്ല മൂർത്തി. വന്ന വഴിയിൽ നിന്ന് പിന്നോട്ട് നടക്കാനും പറ്റില്ല. നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവളാ ഞാൻ. അതിൽ നിന്നൊരിഞ്ചു മാറി നടക്കാനോ പാതി വഴിയിൽ ആ ലക്ഷ്യം ഉപേക്ഷിക്കാനോ എന്നെക്കൊണ്ട് സാധിക്കില്ല. എന്റെ ലക്ഷ്യം നിറവേറ്റിയേ പറ്റൂ. അതിന് മറ്റൊന്നും തടസ്സാവാനും പാടില്ല. തീർക്കണവനെ. അത് ഞാൻ ഏറ്റു. നീ കരുതുന്നത് പോലെ അത്ര ഈസി അല്ല. എന്നെ അവന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ എന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു നീക്കവും പ്രതീക്ഷിക്കും. ഒപ്പം നിന്ന് ചതിച്ചവനെ തീർക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ദയയുടെ ഒരു കണിക പോലും കാണിക്കരുത്.